അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? സ്പെഷ്യൽ ഈ മീൻ കറി ഇന്നലത്തെ കേട്ടാ, ഇന്നലത്തെ കണമ്പ് കറിയാണ്. അത് 2-3 ഉണ്ടായിട്ടാ, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് ചൂടാക്കിയൊക്കെ എടുത്തു. പിന്നെ ഒന്ന് നമ്മുടെ ഇഷ്ടതാരമാണ് ചെമ്മീൻ പീര. ചെമ്മീൻ പീരയാണ് കേട്ടോ ഇത്. പിന്നെ ഒന്ന് ഇവിടുത്തെ തന്നെ കെട്ടിലെ ചെമ്മീൻ പീര റെഡിയാക്കിയതാണ്. പിന്നെ ഒന്ന് ചുമന്ന അച്ചിങ്ങ ഇന്ന് കിട്ടി, അപ്പോൾ അത് ചെമ്മീനും കൂടി ഇട്ട് മെഴുക്ക് പുരട്ടിയാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി. അപ്പോഴേ നമ്മളെ ഇന്ന് ഇത്തിരി ചെമ്മീൻ പീര ഉണ്ടാക്കാൻ പോകാട്ടോ. ചെമ്മീനൊക്കെ കഴുകി നീറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്, ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. ഒപ്പം അല്പം ഉപ്പിട്ട് കൊടുക്കാം, പുളി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടിയാണ്, ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി പേരിനെ ഇടുള്ളൂ, എരിവുള്ള മുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. പേരിനൊരല്പം മുളക് പൊടി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ചെമ്മീൻ തിളക്കുമ്പോൾ തന്നെ വെള്ളം വരും. അതിൽ നിന്ന് ഒന്ന് മൂടി വെച്ച് ചെറുതീയിലൊന്ന് വേവിക്കും. അപ്പം നമ്മുടെ ചെമ്മീനൊന്ന് നോക്കാട്ടോ. ഇതേണ്ട ചെമ്മീൻ തിളച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാ. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നു. ചെമ്മീൻ തിളക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് നല്ലോണം വെള്ളം വരും. ഇത്ര മതി. നമുക്ക് ഇതിലേക്ക് ഇനി പീര ഒതുക്കിയതാണ് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഒരു 10-12 ചുമന്നുള്ളിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പീര ഒതുക്കിയതാണ്. കൂടാതെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ മീതിയിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ആവി കയറി റെഡിയായി കഴിയുമ്പോൾ ഇളക്കി കൂട്ടാം. ഇപ്പോൾ ഇളക്കി കൂട്ടാനുള്ള മുടി വെക്കാം. നോക്കാട്ടോ. ഇനി ഒന്ന് ഇളക്കി കൂട്ടാം. ഇന്നും കൂടി പറ്റാനുണ്ട്. 5 മിനിറ്റും കൂടി കഴിയട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം. നന്നായിട്ട് പറ്റി റെഡി ആയിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്കേ ഇതിലേക്കൊരു താളിപ്പിട്ട് കൊടുക്കാം. ചിലപ്പോൾ ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് കേട്ടോ ലാസ്റ്റ് റെഡിയാക്കണത്. ഇന്ന് ഞാൻ ഇത്തിരി താളിച്ചിടാൻ പോണെയാണ്. കടുകും വറ്റൽമുളകും ഒക്കെ കൂടി ഒന്ന് താളിച്ചിടാം. അപ്പോൾ ഇത്തിരി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു താളിപ്പിടാം. ഇപ്പോൾ നമ്മൾ കറി താളിച്ചിടാൻ പോവാണ്. ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ കാഞ്ഞിട്ടുണ്ട്. അല്പം കടുക് പൊട്ടിക്കാം. തീ ഓഫ് ചെയ്യാം കേട്ടോ. വറ്റൽമുളകാണ്, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചെമ്മീത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ താളിപ്പങ്ങാട് ചെമ്മീത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ പീര റെഡിയായി.
അപ്പം നമ്മുടെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്ന് അച്ചിങ്ങ കേട്ടോ. ചുമന്ന അച്ചിങ്ങ കിട്ടി. ഇപ്പം ചെമ്മീനിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഒരൈറ്റം ഇതാണ്. അപ്പോൾ ചുമന്ന അച്ചിങ്ങ നല്ല ഫ്രഷായിരുന്നു കേട്ടോ. ചുമന്ന അച്ചിങ്ങ എപ്പോൾ കണ്ടാലും ഞാൻ വാങ്ങിക്കോട്ടെ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ചെമ്മീൻ ഉണ്ടായിരുന്നു, അല്പം ചെമ്മീൻ ഇട്ടു. ആദ്യം ഞാൻ ചുമന്നുള്ളിയും വെളുത്തുള്ളി ഇത്തിരി അധികം എടുത്തു, ചതച്ചിട്ട് 2 പച്ചമുളക് ഇട്ട് താളിച്ചിട്ട് അല്പം മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് റെഡിയാക്കിയതാണ്. കുറച്ച് ചെമ്മീനും ഇട്ടിട്ടോ. അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഇതാണ് ഒരു സ്പെഷ്യൽ, പച്ചക്കറി സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ഏതാണെന്നോ, ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ. 2-3 കണമ്പുണ്ടായിരുന്നു, ബാക്കി ഒരു 4 കഷ്ണമുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അതൊന്ന് ചൂടാക്കിയെടുത്തു. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കേട്ടോ. അപ്പോഴേ നമുക്ക് കഴിക്കാട്ടാ. അപ്പോൾ മീനൊന്നും ഞാനൊന്നും എടുക്കണില്ല, ചെമ്മീൻ പീര ഒരു പൊടിക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ ചെമ്മീൻ പീര ഒരു പൊടിക്ക് എടുക്കുന്നുണ്ട്, മീൻ എടുക്കുന്നില്ല കേട്ടോ. പിന്നെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഇത്തിരി അധികം എടുക്കും, പിന്നെ ഇത്തിരി അച്ചാറും കൂടി എടുക്കും കേട്ടോ. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അച്ചിങ്ങ ഇത്തിരി അധികം എടുക്കാം. അച്ചാറെടുക്കണം, അച്ചാർ ഇത്തിരി എടുക്കണം. അപ്പോൾ കഴിച്ചു നോക്കട്ടെ. ചെമ്മീൻ പീര എനിക്ക് ചെമ്മീൻ അധികം കഴിക്കാൻ പാടില്ല, എന്നാലും ഭയങ്കര ഇഷ്ടമാണ്. പൊളിയാണ് കേട്ടോ, പൊളി. പിന്നെ അച്ചിങ്ങയാണിത്. സൂപ്പറാട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. കണമ്പ് തിളപ്പിച്ചത്, ചെമ്മീൻ പീര, അച്ചിങ്ങ മെഴുക്ക് പുരട്ടി. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഇത്തിരി സ്നേഹത്തോടുകൂടി ബായ്.